4 തെരഞ്ഞെടുപ്പായിട്ട് കോൺഗ്രസിന്റെ ഒരൊറ്റ MLA-മാർ ഒരു നിയമസഭ കാണാത്ത ജില്ലയാണ്. പാർട്ടിക്ക് ഒരു ഉണർത്തെഴുന്നേൽപ്പിന് ഈ പറഞ്ഞ ഷാഫിയുടെ വരവ് സഹായിച്ചിട്ടുണ്ട്. BJP ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ ഇത്തവണ സാധ്യതയുള്ള മണ്ഡലം കോഴിക്കോട് സൗത്താണ്. അതിന്റെ കാരണം ഈ ടി റെനീഷിന്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ്. ഭരണവിരുദ്ധ വികാരോ സർക്കാർ വിരുദ്ധ വികാരോ പറയുന്നവർക്ക് പോലും ആ ഇടത് MLA-മാരോട് എതിർപ്പ്. ബേപ്പൂര്, എലത്തൂര്, ബാലുശ്ശേരി, പേരാമ്പ്ര, നോർത്ത് ഈ 4 എണ്ണം എന്ന് പറയുന്നത് LDF-നെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം നടന്ന ജില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ സസ്പെൻസും വിവാദങ്ങളും നിറഞ്ഞ ജില്ല കോഴിക്കോട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ 11 സീറ്റും LDF-നൊപ്പം നിന്ന ജില്ലയാണ് കോഴിക്കോട്. ഇത്തവണ കോഴിക്കോട് എന്താകും സ്ഥിതി പരിശോധിക്കാം. ഏതാണ്ട് 2 പതിറ്റാണ്ടായി ഒരു ഇടത് സ്വഭാവം കാണിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. അതിൽ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ 13-ൽ 11ഉം LDF-നൊപ്പമാണ് നിന്നത്. അതിൽ 2 മണ്ഡലങ്ങളാണ് ആകെ UDF-നൊപ്പം നിന്നത്. അതും കോൺഗ്രസ്സുകാരല്ലാത്ത സ്ഥാനാർത്ഥികൾ ജയിച്ച 2 മണ്ഡലം. പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്തവണ LDF-ന് അത്ര കോൺഫിഡൻസ് പോരാ. അവരുടെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് വന്നതിനനുസരിച്ച് ഏതാണ്ട് 5 മണ്ഡലങ്ങളിലാണ് അവർ കോൺഫിഡൻസ് വെക്കുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ആ സഡൻ ഷിഫ്റ്റ് ഉണ്ടായത് കോഴിക്കോട്? അതിൽ ഈ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുന്നണി LDF-നെ UDF-നെ എടുത്തു കഴിഞ്ഞാൽ ടെൻഷൻ ആർക്കാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF-ന്. അത് ശരിയാണ്. മൊത്തത്തിലുള്ള അവലോകനവും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ LDF-നെ സംബന്ധിച്ച് അത്ര പ്രതീക്ഷ പോരാ എന്ന് തോന്നിക്കാം, പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിൽ. അതിൽ ഭാഗ്യശ്രീ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ 2 സീറ്റ് എന്നുള്ളതല്ലേ. ഇത് കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും കഴിഞ്ഞ ഒരു 2 ദശാബ്ദം എടുത്തു കഴിഞ്ഞാൽ പ്രോ LDF ആയിട്ട് നിന്ന ജില്ലയാണ്. അത് UDF ഭരിച്ചപ്പോഴും LDF ഭരിച്ചപ്പോഴും. അതിലൊരു മാറ്റം എന്ന് പറയാനായിട്ട് ഒരു പരിധി വരെയെങ്കിലുള്ളത് 2001-ൽ UDF-ന് 99 സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഡൗൺഫോളാണ്. ഡൗൺഫോൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് MLA-മാരില്ലാത്ത ജില്ലയാണ്. അതായത് 2006-ലില്ല, 11-ലില്ല, 16-ലില്ല, 21-ലില്ല. 4 തെരഞ്ഞെടുപ്പായിട്ട് കോൺഗ്രസിൻ്റെ ഒരൊറ്റ MLA-മാർ ഒരു നിയമസഭ കാണാത്ത ജില്ലയാണ്. അങ്ങനെ ഒരു ജില്ലയിൽ ഈ UDF-നെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുകയാണെങ്കിൽ എത്രത്തോളം എന്നുള്ളതാണ് ആ ചോദ്യം. ഈ UDF ഇപ്പം ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്നും അതല്ല 100 സീറ്റ് കിട്ടുമെന്നും പല അവകാശവാദങ്ങൾ നടക്കുന്നു. LDF-നെ സംബന്ധിച്ച് അവരുടെ ഒരു വിലയിരുത്തലും 80 to 85 ആണെങ്കിൽ കിട്ടിയേക്കുന്നത്. ആര് ഭരിച്ചാലും ശരി, കോഴിക്കോട് ആർക്കൊപ്പം നിൽക്കുന്നോ, LDF-നാണോ UDF-നാണോ ആർക്കൊപ്പം നിൽക്കുന്നോ അവർ ഈ വർഷം കേരളം ഭരിക്കാനാണ് എല്ലാ സാധ്യത. അതിന് പല കാരണങ്ങളുണ്ട്. ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം LDF-നൊപ്പമാണ്. LDF-നെ സംബന്ധിച്ച് ഈ പറഞ്ഞ 11-2 കഴിഞ്ഞ തവണ UDF-ന് 2, 11 LDF-ന്. അതിന് മുമ്പ് തന്നെ, അതിന് തൊട്ട് മുമ്പാണെങ്കിൽ 1 സീറ്റോട് കൂടുതൽ 10-3 എന്നുള്ള ഒരു സാഹചര്യം. അവിടെ LDF-നെ സംബന്ധിച്ച് ഈ 2 നഷ്ടപ്പെട്ടടുത്തുനിന്ന് 4-ഓ 5-ഓ അതിനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അത്രയും എതിർ വികാരം അല്ലെ ഭരണവിരുദ്ധ വികാരം ഒരു അലതല്ലിയാൽ മാത്രമാണ് ഈ 6-ഓ 7-ഓ 8-ഓ സീറ്റൊക്കെ UDF-ന് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു 4 സീറ്റ് കൂടുതൽ 5 സീറ്റോ 4 സീറ്റോ ഒക്കെ LDF-ന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ LDF-നെ സംബന്ധിച്ച് 3-ാം ടേം എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന് മങ്ങലേൽക്കാൻ സാധ്യത കോഴിക്കോടിന്റെ റിസൾട്ടിൽ വളരെ പ്രധാനമായിരിക്കും. ഏതാണ്ട് ഒരു 100 സീറ്റിൽ മേലെ കിട്ടും എന്നാണ് ഇപ്പോഴും VD സതീശൻ അടക്കമുള്ള UDF നേതാക്കളുടെ പ്രതീക്ഷയും കോൺഫിഡൻസും. അപ്പോൾ അതിൽ തന്നെ കോഴിക്കോട് ഇപ്പോൾ പറഞ്ഞ പോലെ ആകെ 2 മണ്ഡലങ്ങളാണ് അന്ന് UDF-നൊപ്പം നിന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെ അല്ലാതിരിക്കുകയും വേണം. 100 സീറ്റ് സപ്പോസ് കേരളത്തിൽ UDF-ന് കിട്ടുന്നിരിക്കുക, കുറഞ്ഞത് കോഴിക്കോട് നിന്ന് ഒരു 9-ഓ 10-ഓ MLA-മാരുണ്ടാവണം. കാരണം അത്രയും MLA-മാർ കോഴിക്കോട് നിന്നുണ്ടെങ്കിൽ ഈ 100 എന്ന് പറഞ്ഞ ഒരു മാജിക് സംഖ്യയിലേക്ക് കോൺഗ്രസിനും UDF-ന് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കോഴിക്കോട് ഇത്രയും പ്രാധാന്യം. പിന്നെ കേരളത്തിൽ ഈ എല്ലാ ജില്ലകളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പല ഘട്ടത്തിൽ വന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു തർക്കമോ ഒരു ആശയക്കുഴപ്പമോ ഇല്ലാതെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച ഏക ജില്ലകളിലൊന്ന് കോഴിക്കോട്. കാരണം അവിടെ DCC പ്രസിഡന്റ് മുതൽ അവിടെ പ്രാഥമികമായി അവർ ചർച്ച ചെയ്ത് ഇപ്പം നോർത്തിൽ ജയന്ത്, എലത്തൂർ വിദ്യാ ബാലകൃഷ്ണൻ, കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റായ പ്രവീൺ കുമാർ, അങ്ങനെ പറഞ്ഞിട്ട് നാദാപുരത്ത് അഭിജിത്ത്. അപ്പം പലവിധ കാൽക്കുലേഷൻ നടത്തി ആദ്യമേ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് ഒരു ആ രീതിയിൽ അഡ്വാൻറ്റേജ് നേടി. പ്രഖ്യാപനം LDF നടത്തി ഇതൊക്കെ പറയുമ്പോഴും. കാരണം LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞാൽ UDF-ന്റെ ആദ്യത്തെ പട്ടിക വരും. പക്ഷേ ഇതിന് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ LDF-ന് നമ്മൾ ചെറുതല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ കോട്ടയാണ് കോഴിക്കോട്. കൊല്ലം പോലെയോ പാലക്കാട് പോലെയോ ആലപ്പുഴ പോലെയോ കണ്ണൂരൊക്കെ പോലെ തന്നെ അത്രയും ശക്തമായ കോട്ടയാണ് കോഴിക്കോട്. അത് കോൺഗ്രസ് കാലങ്ങളായിട്ട് 2001-ന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു തകർച്ച കണ്ട ജില്ലയാണ്. അവിടുന്ന് അവർ എന്തുകൊണ്ടാണ് ഈ UDF-ന് ഇത്രയും സാധ്യത കോഴിക്കോട് എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഏതോ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിൻ്റെ സൂചന കാണിച്ചു തുടങ്ങിയത് 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കഴിഞ്ഞ 2 തവണ ഇത് ഈ പറയുമ്പോൾ എല്ലാം 2009 മുതൽ MK രാഘവൻ എന്ന് പറയുന്ന ഒരു MP കോൺഗ്രസിന്റെ കോഴിക്കോട് നിന്ന് ജയിക്കുന്നു, തുടർച്ചയായിട്ട് ജയിക്കുന്നു. നിയമസഭയിൽ എല്ലാ തവണയും കോൺഗ്രസ്സുകാർ തോക്കുന്നു. വിചിത്രമായ ഒരു സാഹചര്യം വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. അവിടെ തന്നെ കഴിഞ്ഞ തവണയും ലോക്സഭയിൽ 1 ലക്ഷത്തിന് മേളിൽ MK രാഘവന് ഭൂരിപക്ഷമുണ്ട്.
തദ്ദേശത്തിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ചേഞ്ച് അല്ലെ ഷിഫ്റ്റ് നമ്മൾ ആദ്യം കാണുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് UDF ജില്ലാ പഞ്ചായത്ത് ഭരണം കോഴിക്കോട് നേടുന്നു. രണ്ടാമത് അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇതുവരെ കോൺഗ്രസ് ഭരിക്കാത്ത കോർപ്പറേഷനാണ്. ആദ്യമായിട്ട് അവിടെ ഒരു ഘട്ടത്തിൽ LDFിനൊപ്പം പിടിച്ചു, അവസാന നിമിഷം നഷ്ടപ്പെട്ടു. ഏകദേശം 7 സീറ്റിന് അവിടെ ഭരണം നഷ്ടപ്പെട്ടു. BJP വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കോർപ്പറേഷനിൽ കോൺഗ്രസും LDFും അല്ല UDF LDF തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 സീറ്റിന് ഡിഫറൻസേ ഉള്ളൂ. കോർപ്പറേഷനിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി, ജില്ലാ പഞ്ചായത്ത് ഭരണം കിട്ടി. പിന്നെ നാളിതുവരെ ഭരണം കിട്ടാത്ത പല പഞ്ചായത്തുകളിലും UDFിന് ആദ്യമായിട്ട് ഭരണം കിട്ടി. അത് പ്രത്യേകിച്ച് പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം ആ ബെൽറ്റിലാണ്. അതാണ് ഈ പറയുന്ന UDFിന് എന്തോ ഒരു എഡ്ജ് കിട്ടിയേക്കാം എന്നുള്ള ഒരു സാധ്യത തുറക്കുന്നതിന്റെ ഒരു കാര്യം. ഈ അത് ഒരു പരിധിവരെ ഷാഫിയുടെ ഒരു വരവ് വടകരയിലേക്ക് വന്ന് വടകര മണ്ഡലത്തിൽ അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പിന്നെ അവിടെ ഒരു സ്വാഭാവികമായിട്ടൊരു MP താരതമ്യേന വളരെ ചെറുപ്പക്കാരൻ ഒരാൾ ഉണ്ടാക്കുന്ന ഒരു ഓളം, അവിടുന്ന് പിന്നെ വളരെ ഗ്രൗണ്ട് ലെവലിൽ പാർട്ടി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടുന്നു. മറ്റു പല ഘടകങ്ങളൊക്കെ വിമർശകരൊക്കെ ഉന്നയിക്കാം. പക്ഷെ എന്നാൽ പോലും അവിടെ നിന്നൊരു പാർട്ടിക്കൊരു ഉണർത്തെഴുന്നേപ്പിന് ഈ പറഞ്ഞ ഷാഫിയുടെ വരവ് സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് അവരെ ഒരു പിടുത്തം ഇത്തവണ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കോഴിക്കോട് ഒരു വമ്പം വിജയം സ്വന്തമാക്കാം എന്നുള്ളൊരു പ്രതീക്ഷ. ശരിക്കും അങ്ങനെ ഒരു 10 സീറ്റോളം UDFിന് കിട്ടാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. എങ്കിൽ പോലും മൊത്തം ഈ പറഞ്ഞ സീറ്റുകളെല്ലാം എടുത്താലും നമുക്കൊരു കണക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ തവണത്തെ വടകര അതുപോലെ കൊടുവള്ളി ഈ 2 സീറ്റ് എന്ന് പറയുന്നത് ഒന്ന് ലീഗിന്റെ ഒന്ന് RMPയുടെ 2 നിലനിർത്താൻ സാധ്യത കൂടുതലാണ്. പിന്നെ കഴിഞ്ഞ തവണ ലീഗിന് നഷ്ടപ്പെട്ട കോഴിക്കോട് സൗത്തും അവരൊരു പക്ഷേ തിരിച്ചു പിടിച്ചേക്കാം. ബാക്കിയെല്ലാം നല്ല മത്സരം നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ CPയെ സംബന്ധിച്ച് അവരുടെ 50 വർഷമായിട്ട് ജയിക്കുന്ന നാദാപുരം സീറ്റാണ്. അവിടെ അവർക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. നാദാപുരം സീറ്റിൽ ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന രീതിയിൽ അവർ വിലയിരുത്തുന്നു. അത് ഒരു സീറ്റ് ഈ പറയുന്ന പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയാവുന്നൊരു സീറ്റ്. മറ്റൊന്ന് കുറ്റ്യാടി. ഈ കുറ്റ്യാടി സീറ്റ് എന്ന് പറയുന്നത് 2016 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാറക്കൽ അബ്ദുള്ള ലീഗ് MLA ജയിച്ച സ്ഥലമാണ്. കഴിഞ്ഞ തവണ 300 വോട്ടിന് നഷ്ടപ്പെട്ടു. അപ്പൊ ഈ പറയുന്ന ട്രെൻഡ് തിരിച്ചാണെങ്കിൽ UDFിന് അനുകൂലമാണെങ്കിൽ ഈ പറയുന്ന പോലെ കുറ്റ്യാടി സീറ്റ് കിട്ടിയേക്കാം. അപ്പൊ 2 സീറ്റായി. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്ന് തിരുവമ്പാടി മണ്ഡലമാണ്. തിരുവമ്പാടി എന്ന് പറയുന്നത് UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷേ എപ്പോഴൊക്കെ UDFിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു അപ്പോഴൊക്കെ LDFിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം UDFിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ ലിൻഡോ ജോസഫ് ഒരു അന്നത്തെ സ്ഥാനാർത്ഥി അല്ല ഇന്നത്തെ സ്ഥാനാർത്ഥി. ലിൻഡോ ഒരു ഫാക്ടർ തന്നെയാണ്, ഒരു തർക്കമില്ല. കാരണം കോഴിക്കോട് ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും പെർഫോം ചെയ്ത MLA-മാരാണ്. അതിലൊരു സംശയം ആർക്കുമില്ല. അത് കഴിഞ്ഞ തവണ ജയിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കണം. കാരണം അന്ന് സഭയുടെ ഒരു നിലപാട് അവിടെ തിരുവമ്പാടിയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടണം, അത് ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരാളോട് മത്സരിക്കണമെന്ന് സഭ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഈ തവണ അങ്ങനെ പരസ്യമായ രീതിയിൽ ഒരു അവകാശവാദമോ അങ്ങനെയൊന്നും നടന്നില്ല. എങ്കിൽ പോലും ഒരു ലിൻഡോ അവിടെ മത്സരിക്കുകയും മറുവശത്ത് ലീഗിന്റെ കാൻഡിഡേറ്റ് മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അടിയൊഴുക്കുകൾക്ക് സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കഴിഞ്ഞ തവണത്തെ അതേ അടിയൊഴുക്ക് ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് LDF നിലനിർത്താനുള്ള സാധ്യതയാണ്. ഇനി അതല്ല, മറിച്ച് ആ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ വോട്ട് ബാങ്കിൽ ഒരു പക്ഷേ തിരിച്ച് UDFിനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ UDFിലേക്ക് ചേർക്കപ്പെടാവുന്ന ഒരു സീറ്റുമാണ് തിരുവമ്പാടി. പിന്നെ ഈ ബാക്കി കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ എന്തെന്ന് പറയുന്നത് നോർത്ത് എന്ന് പറഞ്ഞാൽ ബേപ്പൂര്, എലത്തൂര്, ബാലുശ്ശേരി, പേരാമ്പ്ര, നോർത്ത് ഈ 4 എണ്ണം എന്ന് പറയുന്നത് LDFിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയൊന്നും എളുപ്പമല്ലാത്ത മണ്ഡലങ്ങളാണ്. അതിൽ നമുക്കറിയാം എലത്തൂര് AK ശശീന്ദ്രൻ അവിടെ നിന്ന് എത്രയോ കാലമായിട്ട് ജയിക്കുന്നു. പണ്ട് ബാലുശ്ശേരി മണ്ഡലമായിരുന്നപ്പോൾ മുതലേ LDF ജയിക്കുന്ന സ്ഥലമാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ബേപ്പൂരിനേക്കാളും ശക്തമായ ഇടതുപക്ഷ മണ്ഡലമാണ്. പക്ഷേ ഈ AK ശശീന്ദ്രന്റെ മണ്ഡലവും നല്ല മത്സരം ഇത്തവണ നേരിട്ടു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഘടകം വേർന്നുകൊണ്ടല്ല, AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായ ഒരു വിവാദം, അദ്ദേഹത്തിന്റെ ചിഹ്നമായ ക്ലോക്ക് നഷ്ടപ്പെട്ട സാഹചര്യം, പാർട്ടിക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായ അങ്ങനത്തെ കുറെ എതിർ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നുണ്ടാകും. എങ്കിൽ പോലും ഈ എലത്തൂരും അറിയാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം വിചാരിച്ചാൽ നടക്കുന്ന ഒരു സീറ്റല്ല. പിന്നെ ബേപ്പൂര് സീറ്റ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു സീറ്റാണ്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം. അതെ, അൻവർ മലപ്പുറത്ത് നിന്ന് വന്ന് വരിമോരിസത്തിനെതിരെ പോരാട്ടമാണെന്നും പറഞ്ഞിട്ട് ഫൈറ്റ് അവിടെ നടത്തും. നല്ല മത്സരമാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാതെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് സ്വയം രംഗപ്രവേശം ചെയ്ത് പ്രവർത്തനം തുടങ്ങിയ ആളാണ് അൻവർ എല്ലാ കാർഡുകളും എടുത്ത് കളിക്കുന്ന ഒരാളാണ്. മറുവശത്ത് റിയാസിനെ നമ്മൾ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഏറ്റവും നല്ല മന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പം നമുക്കറിയാം, റോഡായാലും പാലങ്ങളായാലും അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം നടത്തിയ ഒരു മണ്ഡലം കൂടിയാണ്. ബേപ്പൂരിനും അതേപോലെയാണ്, ശക്തമായ ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. അവിടെ ആകെ ഒരു ചെറിയ പോരാട്ടം നടന്നെന്ന് പറയാനായിട്ട്
11 തെരഞ്ഞെടുപ്പിൽ ആദം മുൽസി UDF കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചപ്പോൾ എളമരം കരീം ജയിച്ചത് ഏതാണ്ട് 5000 വോട്ടിന്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് സമീപകാലത്ത് ഒരു വലിയ ഫൈറ്റ് ഉണ്ടായെന്ന് പറയാം. പക്ഷേ ഇത്തവണ റിയാസിന് നല്ല ഫൈറ്റ് കൊടുക്കാനായിട്ട് അൻവറിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് ആ സീറ്റ് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ വേറൊരു ഫാക്ടർ കൊണ്ടുള്ളതെന്ന് വെച്ചാൽ BJPക്ക് നല്ല വോട്ടുള്ള സ്ഥലമാണ്. പ്രകാശ് ബാബു. അതെ, പ്രകാശ് ബാബു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എന്താ പറയുക, അത്ര വലിയൊരു തരംഗം, സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടായാൽ മാത്രമേ ബേപ്പൂർ ഒരു സീറ്റൊക്കെ മറിയൂ. LDFനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ബേപ്പൂർ അവർ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റാണ്. ചുരുക്കി പറഞ്ഞ ഒരു 7-8 സീറ്റ് ഇപ്പോഴും LDFന് അവിടെ എഡ്ജ് ഉണ്ട്. അതിലിപ്പോൾ LDFനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും സിമ്പിളായിട്ട് ജയിക്കാമെന്ന് പറഞ്ഞ എലത്തൂര്, രണ്ടാമത് ബേപ്പൂര്, ബാലുശ്ശേരി, പേരാമ്പ്ര. ഈ 4 സീറ്റും എന്തു എതിർക്കാറ്റ് വന്നാലും നിലനിർത്താമെന്നാണ് LDF ക്യാമ്പിൻ്റെ ഒരു പ്രതീക്ഷ. അതിൽ ഈ പേരാമ്പ്രയ്ക്ക് ഒരു ചെറിയ പ്രശ്നം, ഈ ഫാത്തിമ തഹ്ലിയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നു. അവിടെ എന്താ പറയുക, സ്ഥാനാർത്ഥികളുടെ അനൗൺസ്മെന്റ് വാഹനവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായി. കഴിഞ്ഞ നമുക്കറിയാം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം എത്രത്തോളം എഫക്റ്റ് ആയെന്നുള്ളൂ. അതിൻ്റെ ഒരു പരിച്ഛേദം പോലെ ഇത്തവണ ഒരു വിവാദം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഈ ഫാത്തിമ തഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വവും നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ഒരു അടിയൊഴുക്കിന് കാരണമായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ TP രാമകൃഷ്ണൻ ജയിച്ചത് 25,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അത്രയും ഭൂരിപക്ഷം LDFന് ഇല്ലാത്തൊരു മണ്ഡലമാണ്. കഴിഞ്ഞ അവിടുത്തെ നമുക്കറിയാം. അതിന് മുമ്പ് അവിടെ ആ മണ്ഡലത്തിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരള കോൺഗ്രസിന് നേരത്തെ UDF ഉണ്ട്. കേരള കോൺഗ്രസ് UDF ഉണ്ടായിരുന്നപ്പം കൊടുത്തിരുന്ന സീറ്റാണ്. മുഹമ്മദ് ഇക്ബാൽ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് 2 തവണ മത്സരിച്ച് ഈ പറഞ്ഞ പേരാമ്പ്രയിലെ ഭൂരിപക്ഷം ഏകദേശം 5000-6000 ആക്കി കുറയ്ക്കാൻ സാധിച്ചു. അതായത് ആദ്യം തോറ്റതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ 2ാം തവണ ആയപ്പോഴത്തേന് ഭൂരിപക്ഷം അത്രയും ഗണ്യമായിട്ട് കുറച്ചു. പക്ഷേ 2021 ആയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയി. അപ്പം ഈ പേരാമ്പ്ര സീറ്റ് LDFന്റെ സിറ്റിംഗ് സീറ്റായി, കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ കുറ്റ്യാടി സീറ്റ് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിയിൽ LDF തന്നെ വലിയ പ്രതിഷേധം സീറ്റ് വിട്ടുകൊടുക്കുന്നതിനെതിരെ ഉണ്ടായി. അവസാനം ആ സീറ്റ് CPM തന്നെ നിലനിർത്തുകയും ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മുഹമ്മദ് ഇക്ബാൽ ഫൈറ്റ് ചെയ്ത് അത്രത്തോളം അടുപ്പിച്ചു കൊണ്ടുവന്നൊരു മണ്ഡലം. അതുകൊണ്ടാണ് ഈ പേരാമ്പ്രയിൽ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തീർത്തും തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഈ ഫാത്തിമ തഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വം എത്രത്തോളം വോട്ടാവും, ഒരു വൈബൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് വോട്ടായി മാറിക്കഴിഞ്ഞാൽ ചിലപ്പം ഒരു അട്ടിമറി നടന്ന കേരളത്തിലെ വലിയ അട്ടിമറികളിലൊന്നാണ്. കാരണം TP രാമകൃഷ്ണൻ മുൻ മന്ത്രി, മുന്നണി കൺവീനർ ആയിരിക്കുന്ന MLA മണ്ഡലമാണ്. അപ്പോൾ ഈ ബേപ്പൂര്, എലത്തൂര്, പിന്നെ ഒരു മണ്ഡലം ബാലുശ്ശേരി നല്ല തീ പാറും പോരാട്ടം. ഏറ്റവും യുവമുഖങ്ങളായ 2 പേര് മത്സരിക്കുന്നു. എന്താ പറയുക, എല്ലാ തരത്തിലുള്ള ഓളവും പരീക്ഷണവും ഒക്കെ നടക്കുന്ന മണ്ഡലമാണ്. മറുവശത്ത് UDFന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത്, വടകര, കൊടുവള്ളി, കുറ്റ്യാടി, നാദാപുരം ഇത്രയും സീറ്റ് അവർ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത പല രീതിയിൽ വിലയിരുത്തലുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ തിരുവമ്പാടി ഈ പറഞ്ഞ പോലെ ഒരു സസ്പെൻസ്. ഇതാണ് കോഴിക്കോട് ഒരു ചിത്രം. ഇപ്പം നമ്മൾ UDFന്റെയും LDFന്റെയും കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ശരിക്കും ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് BJP വളർച്ച കൈവരിക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് അതിന്റെ തീരദേശ മേഖലകളായ ബേപ്പൂര്, അതുപോലെ നോർത്ത് സൗത്തും അടങ്ങിയ ആ ഒരു ബെൽറ്റ്. ഇത്തവണയാണെങ്കിൽ സൗത്തിലാണെങ്കിൽ T രവീഷാണ് മത്സരിക്കുന്നത്, നോർത്തിൽ നവ്യ ഹരിദാസ്, ബേപ്പൂര് നേരത്തെ പറഞ്ഞ പോലെ പ്രകാശ് ബാബുവാണ്, കുന്നമംഗലത്ത് അതുപോലെ VK സജീവനാണ്. ഇവരെല്ലാവരും കാലങ്ങളായിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്ത് എന്താ പറയുക, ആളുകൾക്കിടയിൽ BJP നേതാവ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ വളർന്ന നേതാക്കളാണ്. ശരിക്കും എങ്ങനെയാണ് ഇവരുടെ ഒരു ഫൈറ്റ് പ്രതിഫലിക്കുക തെരഞ്ഞെടുപ്പിൽ? അതിലിപ്പം ഭാഗ്യശ്രീ പറഞ്ഞത് തന്നെ, കോഴിക്കോടിനെ സംബന്ധിച്ച് നോർത്ത്, സൗത്ത്, ബേപ്പൂര്, കുന്നമംഗലം ഈ 4 മണ്ഡലത്തിലെ BJPക്ക് ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ സാധിക്കാറുള്ളൂ. 4 മണ്ഡലങ്ങളിൽ BJPക്ക് കാലങ്ങളായിട്ടൊരു വോട്ട് ബാങ്ക് ഉള്ള സ്ഥലം കൂടെയാണ്. അതിൽ പലപ്പോഴും BJP ഒരു A ക്ലാസ് മണ്ഡലമായിട്ടും എന്താ പറയുക, BJP ഒരു ത്രികോണ പോരാട്ടം എന്നുള്ള ലെവലിലേക്ക് പിടിക്കുന്ന മണ്ഡലം കോഴിക്കോട് നോർത്തായിരുന്നു. അത് MD രമേശൊക്കെ മത്സരിക്കുന്ന സമയത്തൊക്കെ ഏകദേശം 42,000-ഓളം വോട്ടൊക്കെ കിട്ടിയ സമയമാണ്. ഈ തവണത്തെ ഒരു പ്രത്യേകത, ഈ 4 സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ബേപ്പൂര് റിയാസ്, അൻവർ നിൽക്കുമ്പോൾ പ്രകാശ് ബാബുവിന്റെ വോട്ട് വളരെ നിർണായകമാണ്. വോട്ട് നല്ല രീതിയിൽ BJPക്ക് അവിടെ വോട്ടുള്ള സ്ഥലമാണ്. അത് എത്രത്തോളം വർദ്ധിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു ക്രോസ് വോട്ടിംഗ് വരുമോ എന്നൊക്കെ ആകാംക്ഷയോട് ഉറ്റു നോക്കുന്നത്. ജയിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റ് 2 അതെ, ആര് ജയിക്കണം എന്നൊക്കെ നിർണ്ണയിക്കാവുന്ന ഒരു ഫാക്ടർ BJP ആണ്. പക്ഷെ അങ്ങനെ BJPയുടെ അവിടുത്തെ ഒരു വോട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ക്രോസ് വോട്ട് ചെയ്യപ്പെടുന്ന വോട്ടല്ല. കുന്നമംഗലം അതേപോലെ പണ്ട് CK പത്മനാഭനൊക്കെ മത്സരിക്കുകയും ഒക്കെ ചെയ്ത മണ്ഡലമാണ്. അവിടെ ഈ VK സജീവൻ കഴിഞ്ഞ തവണ മത്സരിച്ച് വീണ്ടും മത്സരിക്കുന്നത്. അപ്പം നന്നായിട്ട് അവിടെ എന്താ പറയുക, ആളുകൾക്കിടയിൽ വളരെ പോപ്പുലറായ ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന PT റഹീം എങ്ങനെ ജയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PT റഹീം മാത്രം മത്സരിക്കുന്നതുകൊണ്ട് LDFന് കിട്ടുന്ന ഒരു സീറ്റാണ്. അതാണ് ചില സീറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ കാന്തപുരം ഉസ്താദിന്റെ ഒരു പിന്തുണ PT റഹീമിന്റെ വിജയത്തിൽ വളരെ നിർണായകമായിരുന്നു. അദ്ദേഹം സ്വതന്ത്രനായിട്ട് LDF പിന്തുണയിൽ നിന്ന് 3 തവണ ജയിച്ചു. ശരിക്കും അതിന് മുമ്പ് ഒരു സംവരണ സീറ്റായിരുന്നപ്പോൾ UDF ജയിച്ചിരുന്ന സീറ്റ് കൂടിയാണ്.
അത് തിരിച്ചു പിടിക്കാൻ UDF പല പരീക്ഷ നടത്തി. ആദ്യം ടി സിദ്ദിഖിനെ പോലെ ഒരാളെ മത്സരിപ്പിച്ചു, തോറ്റുപോയി. കഴിഞ്ഞ തവണ ദിനേശ് പെരുമണ്ണ എന്ന് പറഞ്ഞിട്ടൊരു ലീഗിന്റെ കോൺഗ്രസിന്റെ ഒരു പൊതുസ്വതന്ത്രം മത്സരിച്ചു, എന്നിട്ട് പോലും പിട്ടിയിറങ്ങി ജയിച്ചു കയറിയ മണ്ഡലം. പക്ഷേ ഈ തവണ നല്ല മത്സരം. അതിന് വേറെ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം 84% പോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവിക്കുന്നുള്ളൊരു ആകാംക്ഷ ഉയരാൻ കാര്യമായ ഒരു മണ്ഡലമാണ്. പിന്നെ BJPയുടെ പറഞ്ഞ 2 സീറ്റുകൾ കോഴിക്കോട് നോർത്ത് സൗത്ത്. ഒരു പക്ഷേ ഈ 4 മണ്ഡലങ്ങളിൽ BJP ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ ഇത്തവണ സാധ്യതയുള്ള മണ്ഡലം കോഴിക്കോട് സൗത്താണ്. കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയതിനേക്കാളും വലിയ തോതിൽ വോട്ട് കൂടാൻ സാധ്യതയുള്ള BJP മണ്ഡലങ്ങൾ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കൂടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്ന് കോഴിക്കോട് സൗത്താണ്. അതിൻ്റെ കാരണം ഈ ടി റനീഷിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ്. നമ്മൾ മുമ്പ് ഈ ഷാഫിയുടെയോ അല്ലെ ഫാത്തിമ തഹ്ലിയുടെയോ എന്താ പറയുക അബിൻ ബർക്കിയുടെയോ അല്ലെങ്കിൽ സച്ചിൻ ദേവിൻ്റെയോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു യുവമുഖം BJPയുടെ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും BJP സ്ഥാനാർത്ഥികളിൽ ചെറുപ്പക്കാരായിട്ടുള്ള ഒരാൾ വന്ന് ഇത്ര ഓളം ഉണ്ടാക്കിയ ഒരു മണ്ഡലം അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾക്ക് ആ കാൻഡിഡേറ്റിനോട് ഒരു താല്പര്യം ഉണ്ടെന്നുള്ളത് ശരിയാണ്. അത് റനീഷ് കോർപ്പറേഷനിൽ മത്സരിച്ച് BJP അങ്ങനെ ഒരു സാധ്യതയും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വാർഡിൽ നിന്ന് ജയിച്ചു, അട്ടിമറി വിജയം നേടിയതാണ്. അപ്പം തന്നെയല്ല ഇപ്പം കോഴിക്കോടത്തെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും BJPയുടെ ഫേസായി പോലും റനീഷ് വളർന്ന ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. റനീഷ് വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് കോഴിക്കോട് സൗത്തിൻ്റെ റിസൾട്ടിനെ എങ്ങനെ ബാധിക്കാം? അപ്പം ലീഗ് നേരത്തെ അവിടെ ജയിച്ചിരുന്നു, മുനീർ മത്സരിച്ച സമയത്ത് ജയിച്ചതാണ് നമുക്കറിയാം. കഴിഞ്ഞ തവണ അവിടെ നൂർബിന റഷീദിന് സീറ്റ് കൊടുത്തപ്പം പരാജയപ്പെടുകയും അഹമ്മദ് ദേവർകോവിൽ അവിടെ ജയിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്താൽ ഇടതുപക്ഷത്തിന് വോട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ഒരു BJPയുടെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ വരുമ്പോൾ ഈ റനീഷ് കൂടുതൽ വോട്ട് പിടിക്കുന്നുള്ള കാര്യം ഇതാരെ ബാധിക്കാം എന്നുള്ളതും, ഇനി അതല്ല ചിലപ്പോൾ ചിലർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തേക്ക് വരെ BJP വളർന്നാൽ അത്ഭുതപ്പെടേണ്ട എന്നൊക്കെ പറയും. അങ്ങനെയാണ് കോഴിക്കോട് സൗത്തിൻ്റെ ഒരു സാഹചര്യം. നോർത്തും അതുപോലെ നവ്യ ഹരിദാസ്, നോർത്ത് നമുക്ക് ഓൾറെഡി അറിയാം 40,000-ഓളം വോട്ട് BJPക്ക് ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഈ പറയുന്ന പോലെ LDF UDF തമ്മിലാണ് പോരാട്ടം എന്ന് പറയുമ്പോഴും നവ്യ ഹരിദാസ് മികച്ച സ്ഥാനാർത്ഥിയാണ്. 2 തവണയായിട്ട് കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ജയിച്ചു വരുന്നു. അപ്പോൾ ആ രീതിയിൽ നവ്യയുടെ സ്ഥാനാർത്ഥിത്വത്തിനും ഈ പറഞ്ഞൊരു സ്വീകാര്യത കൂടുതൽ ഉണ്ട്. BJP എന്താ പറയുക എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്ത് നോക്കിയൊരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത് സൗത്ത്. അപ്പം നോർത്തിൽ സ്വാഭാവികമായിട്ടും MD രമേശ് പിടിച്ചത്രയും വോട്ട് നവ്യ ഹരിദാസ് എന്തായാലും പിടിക്കാൻ ചാൻസ് ഉണ്ട്, കൂടാനുമാണ് സാധ്യത. അവിടെയും ഈ പറയുന്ന പോലെ സിറ്റിംഗ് MLA തെറമ്പിലെ സിറ്റിംഗ് MLA അവിടെ ജയിക്കുമോ എന്നുള്ളത്, അതോ UDFന് ജയന്ത് ഇപ്പം നിയമസഭയിലേക്ക് ആദ്യമായിട്ട് മത്സരിക്കുന്നു, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് ഈ BJP വോട്ട് വളരെ നിർണായകമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് നോർത്തിനെ സംബന്ധിച്ച്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനപ്പുറം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരമാണ് കൂടുതലെന്ന് പൊതുവെ പറയാറുണ്ട്. ശരിക്കും അങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അതിനകത്ത് ചില MLA-മാരോട് ഇടത് MLA-മാരോട് ആ മണ്ഡലത്തിൽ പോയി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് എതിർപ്പില്ല. ഭരണവിരുദ്ധ വികാരോ സർക്കാർ വിരുദ്ധ വികാരോ പറയുന്നവർക്ക് പോലും ആ ഇടത് MLA-മാരോട് എതിർപ്പില്ല. അങ്ങനത്തെ കുറേ MLA-മാർ കോഴിക്കോടും ഉണ്ട്. ഇവരുടെ ഒരു മത്സര സാധ്യത കൂടി എങ്ങനെയാണ്? പറഞ്ഞ വളരെ വാലിഡ് പോയിന്റ്. കാര്യം എന്താ വെച്ചാൽ 10 വർഷം ഒരു സർക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നുള്ളത് തർക്കമില്ല. അത് ഇല്ലാന്ന് നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ 10 വർഷം കൊണ്ട് LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വോട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിനും കൂടി പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ഒരു പോസിറ്റീവ് വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യവും നമുക്ക് മുമ്പിലില്ല. കാരണം ഈ ദേശീയപാതയുടെ ഏറ്റവും ഹൃദയഭാഗം കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. എത്രയോ കാലമായി കടന്ന ഒരു റോഡ് ഗതാഗത യോഗ്യമായി തുറന്നു കൊടുത്തൊരു സ്ഥലം കൂടിയാണ്. അത് മാത്രമല്ല, അടിസ്ഥാന സൗകര്യ മേഖല, സർക്കാർ സ്കൂളുകളുടെ നിലവാരമായാലും റോഡുകൾ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥലമൊക്കെയാണ് കോഴിക്കോട്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് വോട്ടിൻ്റെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന MLA-മാരുടെ ഈ സർക്കാരിനോടുള്ള ഒരു ജനരോഷം പല MLA-മാരോടും ഇല്ല എന്ന് CPM തന്നെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ 2 ടേം എന്ന് പറയുന്ന മാനദണ്ഡമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ തവണ ജനകീയരായ MLA-മാരും 2 ആയാലും 3 തവണ മത്സരിച്ചായാലും മുമ്പ് 2 തവണ MLA-മാരായവരെ, കൊയിലാണ്ടിലൊക്കെ K. ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 2 തവണ MLA ആയിരുന്നു, കഴിഞ്ഞ തവണ മാറി നിന്ന് അദ്ദേഹത്തെ വീണ്ടും തിരിച്ച് മത്സരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത്രയും സ്വീകാര്യത അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ പരീക്ഷണം CPM നടത്തുന്നതെന്ന് വെച്ചാൽ MLA-മാരോട് ഭാഗ്യശ്രീ പറഞ്ഞ പോലെ അത്രയധികം നെഗറ്റീവ്സ് ഇല്ല. അതാണ് ഈ പറഞ്ഞ പോലെ തിരുവമ്പാടി ലിൻഡോയുടെ സാധ്യതയോ അല്ലെങ്കിൽ കോഴിക്കോട് നോർത്തിലെയോ അല്ലെങ്കിൽ ഈ TP രാമകൃഷ്ണന്റെ പേരാമ്പ്രയോ ഒക്കെ മണ്ഡലങ്ങളിൽ ഈ ഫൈറ്റ് ആണ്. പിന്നെ എന്നായാലും ഇതിലെല്ലാം ആ രീതി പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജയിക്കേണ്ട മണ്ഡലം എന്ന് വെച്ചാൽ ബേപ്പൂരാണ്. MLA-മാരുടെ പെർഫോമൻസ്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് റിയാസിന്റെ മണ്ഡലം കൂടെയാണ്. പക്ഷേ ഈ ഒരു തരംഗം എന്താ പറയുക, അത്രയും വലിയൊരു തരംഗം അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പറഞ്ഞതിനൊന്നും ഒരു പ്രസക്തി ഉണ്ടാകും. നമ്മൾ പറയില്ലേ MLA-മാരുടെ അത്രയും സ്വീകാര്യത ഉണ്ടായിരുന്നില്ലേ, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയായിരുന്നില്ലേ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അതിപ്പം വോട്ടെണ്ണുന്നത് 4-ാം തീയതി അറിയുള്ളൂ. പക്ഷേ UDF-നെ സംബന്ധിച്ച്
ഒരു നിലവിലുള്ള 2 എന്ന് പറയുന്നത് ഒരു 5 സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കേരളം ഭരിക്കാനുള്ള ഒരു സാധ്യത അവർക്ക് തെളിയും. കാരണം ഇവിടെ 5 സീറ്റ് കിട്ടിയാൽ കണ്ണൂർ കഴിഞ്ഞ തവണത്തെ 2 എന്നുള്ളത് ഒരു പക്ഷേ 4 ആകാം. കൊല്ലത്ത് കഴിഞ്ഞ തവണ ആകെപ്പാടെ ജയിക്കുന്ന 2 സീറ്റാണ്, അതൊരു പക്ഷേ 4 ആകാം. അങ്ങനെ ആ പല ജില്ലകളിലും അതിനൊരു സാധ്യതയുണ്ട്. കാരണം ഒരു തരംഗമുണ്ടെങ്കിൽ ദൃശ്യമാകുന്ന സ്ഥലം കോഴിക്കോടാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് UDF എത്ര വലിയ വിജയം നേടിയിട്ട് പോലും രക്ഷയില്ലാതെ കിടന്ന ഒരു ജില്ലയിൽ ഒരു തരംഗത്തിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു UDFന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പൊതുവേ ഒരു വിലയിരുത്തലിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ ഇവിടെ കാണും. അത് വന്നാൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ റിഫ്ലക്ഷൻ എല്ലായിടത്തും ഉണ്ടാവും. ഈ പറയുന്ന 5 സീറ്റ് കിടന്ന് അതെങ്ങാനും വലിയ അട്ടിമറിയോ വലിയ അടിയൊഴുക്കോ ഒക്കെ ഉണ്ടായി, ഒരു തരംഗമുണ്ടായി 8 9 സീറ്റൊക്കെ കടക്കുന്ന സാഹചര്യമോ ഒക്കെ നേടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ VD സതീശന് ചിലപ്പോൾ ഈ പറഞ്ഞ 100 എത്താം. അല്ലെങ്കിൽ അത് സാധിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. മറിച്ച് LDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു 10-3 അല്ലെങ്കിൽ 11-2, ഒരു പക്ഷേ ഒരു 9-4 മാക്സിമം വരെ ആയിപ്പോയാലും ഒരു നെക്ക് ആൻഡ് നെക്ക് റേസ് കേരളത്തിൽ LDFന് അധികാര തുടർച്ചയ്ക്കുള്ള സാധനം. കോഴിക്കോട് ജില്ല ആർക്കൊപ്പം നിൽക്കുമോ അവർ ഇത്തവണ കേരളം ഭരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ അത് തിരുവനന്തപുരത്തെ കുറിച്ച് പറയുന്നത്. കോഴിക്കോടാണ് ഒരു എന്താ പറയുക മൊമെന്റം ഷിഫ്റ്റിങ്ങിനുള്ള ഒരു സാധ്യത പലരും പറയുന്നത്. അതുകൊണ്ടാണ് കോഴിക്കോട് ജില്ല ആർക്കൊപ്പം നിൽക്കുമോ അവർ കേരളം ഇത്തവണ ഭരിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ പറയുന്നത്. ഏതായാലും മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം. ഈ പറയുന്ന വിശകലനങ്ങൾക്കെല്ലാം എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നുള്ള മെയ് 4 അറിയാം.